നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ മഴയിൽ തൃശൂർ ഹൈറോഡിൽ കെട്ടിടം തകർന്നു വീണു. CC ബ്രദേഴ്സ് എന്ന സ്റ്റേഷനറി കടയാണ് തകർന്നത്. കൊടുങ്ങല്ലൂരിൽ ഇലക്ട്രിക് വയർ മോഷണം തുടർക്കഥയാകും. മിഠായി നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി 10 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. അഴീക്കോട് സ്വദേശിക്ക് 52 വർഷം കഠിന തടവ്. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ ലോറി ഇടിച്ച് വീട്ടമ്മ മരിച്ചു. വാർത്തകൾ വിശദമായി. ശക്തമായ മഴയിൽ തൃശൂർ ഹൈറോഡിൽ കെട്ടിടം തകർന്നു വീണു. CC ബ്രദേഴ്സ് എന്ന സ്റ്റേഷനറി കടയാണ് തകർന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. അപകടാവസ്ഥയെ തുടർന്ന് കെട്ടിടത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന 2 ഹോട്ടലുകൾ താൽക്കാലികമായി പോലീസ് അടപ്പിച്ചു. കെട്ടിടം പൂർണ്ണമായും ഏതു സമയവും വീഴാൻ സാധ്യതയുള്ളതിനാൽ ഹൈറോഡ് പോലീസ് ഭാഗികമായി അടച്ചു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. കോർപ്പറേഷൻ മേയർ MK വർഗീസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കൊടുങ്ങല്ലൂരിൽ ഇലക്ട്രിക് വയർ മോഷണം തുടർക്കഥയാകും. മേഖലയിൽ വീണ്ടും ഇലക്ട്രിക്കൽ വയർ മോഷണം. എരിശ്ശേരിപ്പാലം പണിക്കശ്ശേരി മുഹമ്മദിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നുമാണ് 1.5 ലക്ഷം രൂപയുടെ വയർ മോഷ്ടിച്ചത്. 1.5 മാസം മുൻപ് ഇവിടെ നിന്നും 2 ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക്കൽ വയറുകൾ മോഷണം പോയിരുന്നു. ഇതേ തുടർന്ന് വീട്ടുടമ CCTV ക്യാമറ സ്ഥാപിച്ചു. ഇക്കഴിഞ്ഞ ദിവസം വീണ്ടും വയർ മോഷണം പോയി. CCTV ക്യാമറയിൽ മോഷ്ടാവെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മിഠായി നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി 10 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. അഴീക്കോട് സ്വദേശിക്ക് 52 വർഷം കഠിന തടവ്. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശിക്ക് പോക്സോ കേസിൽ 52 വർഷം കഠിന തടവ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി അഴീക്കോട് മേനോൻ ബസാർ ചേരക്കര വീട്ടിൽ ബിനുവിനെയാണ് കൊടുങ്ങല്ലൂർ പോക്സോ കോടതി ശിക്ഷിച്ചത്. പ്രതിക്ക് 2.6 ലക്ഷം രൂപ പിഴയിൽ ശിക്ഷ വിധിച്ചു. 2022 സെപ്റ്റംബർ മാസമാണ് കേസിനാസ്പദമായ സംഭവം. 10 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി മിഠായി നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടറായിരുന്ന ER ബൈജു, ASI മിനി എന്നിവരാണ് കേസ് അന്വേഷണം നടത്തിയത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് KS സുലാൽ ഹാജരായി. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ ലോറി ഇടിച്ച് വീട്ടമ്മ മരിച്ചു. ഏങ്ങണ്ടിയൂർ സ്വദേശി മങ്ങാട്ട് വീട്ടിൽ 64 വയസ്സുള്ള ശാലിനിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടെ പൊക്കുളങ്ങരയിൽ വെച്ച് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ലോറി ഇടിച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാത പാഴിയൂട്ടുമുറിയിൽ മരം ഒടിഞ്ഞു വീണ് 2 വാഹനങ്ങൾ തകർന്നു. 2 പേർക്ക് പരിക്കേറ്റു. റോഡിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെയും പിക്കപ്പ് വാനിന്റെയും മുകളിലേക്കാണ് റോഡരികിൽ നിന്നിരുന്ന മതിരാശി ഈത്ത മരം ഒടിഞ്ഞു വീണത്. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകരുകയും പിക്കപ്പ് വാഹനത്തിന്റെ മുൻവശം തകരുകയും ചെയ്തു. ഓട്ടോറിക്ഷ ഡ്രൈവർ പാഴിയൂട്ടുമുറി തോന്നല്ലൂർ കാണൂരിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ എരുമപ്പെട്ടി ചെറുകുന്നത്ത് വീട്ടിൽ സിനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തോന്നല്ലൂരിൽ നിന്നും കുന്നംകുളത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ കുന്നംകുളം ചൊവ്വന്നൂരിൽ നിന്ന് സിമന്റ് ഇറക്കി എരുമപ്പെട്ടിയിലേക്ക് വരികയായിരുന്നു പിക്കപ്പ് വാൻ. അപകടത്തെ തുടർന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലേക്ക് മണിക്കൂറുകളോളം ഗതാഗതം നഷ്ടപ്പെട്ടു. നാട്ടുകാരും കുന്നംകുളം ഫയർഫോഴ്സും ചേർന്ന് മരം മുറിച്ചു നീക്കി. എരുമപ്പെട്ടി SI U മഹേഷിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും.
നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വിട്ടുകൊടുക്കുക എന്നുള്ളത് ചില സമയങ്ങളിൽ സാധ്യമല്ല. എന്ത് ചെയ്യാം, മനുഷ്യന്മാരായി പോയില്ലേ. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അവസാനം അത് പറഞ്ഞല്ലേ പറ്റൂ. അല്ലെങ്കിൽ അതിനെ സ്നേഹമെന്ന് വിളിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും നിങ്ങൾക്കായി 20,000 4G ടവറുകൾ സ്ഥാപിക്കുന്നത്. ഇനി അകലെ നിന്നുകൊണ്ട് അടുത്തറിഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കാം. BSNL, കണക്റ്റിംഗ് ഇന്ത്യ. വാർത്താനേരം തുടരുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖലയും ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രീനാരായണപുരം GLP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. മതിലകം 8ാം വാർഡ് കൗൺസിലർ സുമതി സുന്ദരൻ ആശംസകൾ നേർന്നു. മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. മേഖലാ ബ്ലഡ് കോർഡിനേറ്റർ സുരേഷ് നന്ദി അറിയിച്ചു. ഏകദേശം 60-ൽ പരം പേർക്ക് ചികിത്സയ്ക്ക് എത്തുകയും 18 പേർക്ക് ഓപ്പറേഷൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച 12 മണിക്ക് ആശുപത്രി അധികൃതർ SN പുരത്തു നിന്ന് രോഗികളെ കൊണ്ടുപോവുകയും ഓപ്പറേഷൻ കഴിയുന്ന മുറയ്ക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആക്കുകയും ചെയ്യും. ചാമക്കാലയിൽ വ്യാപാരിയെ ആക്രമിച്ച് മാല പൊട്ടിക്കാൻ ശ്രമം. ചന്ദ്രാപിനി നമ്പ്രാട്ടുചിറ ഫ്രണ്ട്സ് ഫാബ്രിക്സ് നടത്തുന്ന പൂരിക്കുഴി നോർത്ത് പാലത്തിനു സമീപം താമസിക്കുന്ന കണക്കാട്ട് വീട്ടിലെ 73 വയസ്സുള്ള ശശിധരന്റെ മാലയാണ് പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഇന്നലെ രാത്രി 7:45 സംഭവം. കടപൂട്ടി സൈക്കിളിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ ചാമക്കാല 4 കൂടിയ സെന്ററിന് തെക്ക് തെയ്യം പറമ്പിന് സമീപത്ത് വെച്ച് പുറകിലൂടെ ബൈക്കിലെത്തിയ 2 പേർ സൈക്കിളിൽ ഇടിച്ചു വീഴ്ത്തി മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ശശിധരൻ പറഞ്ഞു. സ്വതന്ത്ര പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധം നടത്തി. ചേറ്റൂർ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സമരം ചെയ്തു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തൊഴിൽ നഷ്ടപ്പെട്ടതിൽ കടുത്ത ദാരിദ്ര്യത്തിലും കടക്കണിയിലുമാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യസമ്പത്ത് നശിപ്പിക്കുന്ന ട്രോളിംഗ് ബോട്ടുകാരുടെ പെലാജിക് വല ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സ്യബന്ധന രീതി അവസാനിപ്പിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. മുൻകാലങ്ങളിൽ ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പെലാജിക് വല നിരോധിച്ചിട്ടുള്ളതും 2018-ലെ KMRF ആക്ടിൽ പുനരാവർത്തിച്ച് പറയുകയും ചെയ്തിട്ടും കടലിൽ പെലാജിക് വല ഉപയോഗിച്ച് മത്സ്യബന്ധന നിർബന്ധം തുടരുകയാണ്. നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ട്രോളിംഗ് ബോട്ടുകാരുടെ കടൽക്കൊള്ള അവസാനിപ്പിക്കണമെന്നാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനോടും സർക്കാരിനോടും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആന്റണി കുരിശിങ്കൽ ആവശ്യപ്പെട്ടു. യാനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിക്കുകയും ക്ഷേമനിധി ഫീസ് വർദ്ധിപ്പിക്കുകയും ചെയ്ത നടപടി പുനഃപരിശോധിക്കണമെന്നും തീരമത്സ്യ മേഖലയിൽ സംഘർഷാവസ്ഥ ഒഴിവാക്കുന്നതിനുമായി അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംസ്ഥാന പ്രസിഡന്റ് PV ജനാർദ്ദനൻ പറഞ്ഞു. യോഗത്തിൽ സ്വതന്ത്ര പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതി പ്രസിഡന്റ് മുരളി വലപ്പാട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CA ഗോപ പ്രതാപൻ സ്വാഗതം പറഞ്ഞു. മുജീബ് പുളിമുന്നത്ത്, KN രാജൻ എന്നിവർ സംസാരിച്ചു. US സുനിൽ നന്ദി അറിയിച്ചു. കയ്പമംഗലത്ത് വാഴപ്പിണ്ടിയിൽ നിന്നും കുല വന്നത് കൗതുകമായി. കയ്പമംഗലം പടിഞ്ഞാറ് കണിക്കൊന്ന നഗറിലാണ് വാഴപ്പിണ്ടി കുലച്ചത്. സ്വാതന്ത്ര്യ ദിനത്തിൽ അലങ്കാരമൊരുക്കാൻ കണിക്കൊന്ന ക്ലബ്ബ് പ്രവർത്തകർ റോഡരികിൽ വെട്ടിവെച്ച വാഴപ്പിണ്ടിയാണിത്. ഇന്നലെയാണ് കുലച്ച നിലയിൽ കണ്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ മഴയിൽ തൃശൂർ ഹൈറോഡിൽ കെട്ടിടം തകർന്നു വീണു. CC ബ്രദേഴ്സ് എന്ന സ്റ്റേഷനറി കടയാണ് തകർന്നത്. കൊടുങ്ങല്ലൂരിൽ ഇലക്ട്രിക് വയർ മോഷണം തുടർക്കഥയാകും. മിഠായി നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി 10 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. അഴീക്കോട് സ്വദേശിക്ക് 52 വർഷം കഠിന തടവ്.
ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ ലോറി ഇടിച്ച് വീട്ടമ്മ മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.